എവിടുന്നാണ്? ഞാൻ കൊല്ലം ജില്ലയിൽ ചിത്ര പഞ്ചായത്തിൽ നിന്നാണ്. കാണുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? പലർക്കും വി എസ് ഒരു കുടുംബ അംഗമാണ്, ഒരു മുത്തശ്ശനാണ് അല്ലേ? അങ്ങനെ പലർക്കും പല അനുഭവങ്ങളാണ്. എങ്ങനെയാണ് വി എസിനെ കാണുന്നത്? വി എസിനെ ഓർക്കുന്നത് ഈ രാജ്യം അടിമത്തത്തിലായിരുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും സാധാരണ ജനങ്ങൾക്ക് യാതൊരു നീതിയില്ലാതിരുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ 14 അറിവിൽ 7ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് 14ാമത്തെ വയസ്സ് മുതൽ 4ാമത്തെ വയസ്സിൽ മാതാവ് മരിച്ചു. അതിനുശേഷം പിതാവ് മരിച്ചതിന് ശേഷം അദ്ദേഹം സഹോദരൻ്റെ കൂടെ ആയിരുന്നിട്ട് 14ാമത്തെ വയസ്സ് ഒരു ജോലിക്ക് ഇറങ്ങി. എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് കാണുന്നത്? വ്യക്തിപരമായി പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒക്കെ വേണ്ടി സർവ്വജീവിതം ഒഴിഞ്ഞു വെച്ച് എല്ലാ തലത്തിലുള്ള അഴിമതിക്കും തിന്മകൾക്കും എതിരായിട്ട് മുന്നിൽ നിന്ന് നയിച്ച ഒരു കേരളത്തിൻ്റെ രക്ഷിതാവെന്ന നിലയ്ക്കാണ് കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഏറെ പ്രത്യേകതയുള്ളതാണ്, കേരളത്തിൻ്റെ രക്ഷിതാവ്. അങ്ങനെ പലർക്കും പലതായിരുന്നു വി എസ് എന്ന ആ ഒരു രണ്ടക്ഷരം. യഥാർത്ഥത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു KSRTC അദ്ദേഹം തിരുവനന്തപുരത്തേക്ക്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വലിയൊരു കാലയളവ് ചെലവഴിക്കുന്നതിന് വേണ്ടി എത്തിയത്. അങ്ങനെ അതേപോലെ ഒരു വാഹനത്തിൽ വി എസ് ഇങ്ങനെ നിശ്ചലനായി പോകുമ്പോൾ അവരെല്ലാം തന്നെ വിതുമ്പുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണാൻ കഴിയും. ആ പട്ടം ഭാഗത്തേക്കൊക്കെ ആളുകളുടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്രയധികം ജനക്കൂട്ടം വി എസിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കാണുന്നതിന് വേണ്ടി എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായി അവരെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം അതെല്ലാം തന്നെ നൽകിക്കൊണ്ടിങ്ങനെ വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അത്രയധികം ജനത്തിരക്ക് ഇപ്പോൾ തന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയക്രമം തന്നെ വലിയ രീതിയിൽ പാലിക്കുന്നതിന് വേണ്ടി കഴിയുമെന്ന് പോലും സംശയമാണ്. കാരണം ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് പോലും ദർബാറിൽ നിന്ന് ഈ വാഹനത്തിന് ഒരു 3 കിലോമീറ്റർ മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്രയധികം ജനത്തിരക്ക് റോഡുകളിലെല്ലാം ഉണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കുഞ്ഞുങ്ങളുമൊക്കെയായി ഇങ്ങനെ വരുന്നത്. അവരെ എടുത്തു കാണിക്കുകയാണ്. ഇത് വി എസ് ആണ്, ചരിത്ര പുരുഷനാണ്. ആ ചരിത്രത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങൾ നോക്കുന്നത്. എന്താണ് വി എസിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കുഞ്ഞുങ്ങളെ? എന്താണ്? മുത്തച്ഛൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ പഴയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. പൂഞ്ഞാറിലുണ്ടായിരുന്നു. അദ്ദേഹം ഒളിവിലായിരുന്നപ്പം ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അടുപ്പമുണ്ട് അതിൻ്റെ. അതെങ്ങനെയാണ് ആ ഒരു നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം? എൻ്റെ മുത്തച്ഛനാണ്, പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. പ്രൊഫസർ K. കുമാരമേനോൻ എന്നാണ്. പൂഞ്ഞാറ് പ്രവർത്തിച്ചതാണ്. അദ്ദേഹം മരിച്ചു. അപ്പം അങ്ങനെ ഒരു അടുപ്പം, മുത്തച്ഛൻ്റെ ഓർമ്മകൾ വരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ട് കാണിക്കുക. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഇനി ഉണ്ടാവുമെന്ന് അവർക്കിതൊക്കെ ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചയാണ്. ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് മരണാനന്തരം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. കുട്ടികൾക്കത് നേരിട്ട് കാണും. അങ്ങനെ ഒരു പാഠം പങ്കുവയ്ക്കലിന്റെ കൂടി വേദിയായി ഇത് മാറുന്നുണ്ട്. ആരെയാ കണ്ടതെന്ന് അറിയാമോ? അമ്മ പറഞ്ഞു തന്നോ? ആരായിരുന്നു? ആരായിരുന്നു എന്ന് പറയൂ. ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ? നേരത്തെ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. അങ്ങനെ ഓരോ പാഠങ്ങൾ പഠിച്ച് കുഞ്ഞുങ്ങളും ഇങ്ങനെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ മുത്തശ്ശനുമായി വി എസിനുണ്ടായിരുന്ന ബന്ധം, ഒളിവുകാലത്തെ ഓർമ്മകൾ, ആ വി എസിനെ കാണുമ്പോൾ ആ മുത്തശ്ശനെ ഓർക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത്രയധികം അടുപ്പം പലർക്കുമുണ്ട്. ഈ കാത്തിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ മുമ്പോട്ട് ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. അത്രയധികം തിരക്ക്. ഓരോയിടത്തും കൂടിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ വി എസ് അച്യുതാനന്ദൻ്റെ മടക്കയാത്ര ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോവുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നത് എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം എന്നുള്ളതായിരുന്നു. മരിച്ച മനുഷ്യൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ആ സൂചന. പക്ഷേ മരിച്ച മനുഷ്യരും ചിലത് കൊണ്ടുപോകുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുന്നവൻ്റെ സ്നേഹമാണ്, ഹൃദയമാണ് എന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ വലിയ നേതാക്കൾ നമ്മളുടെ മുന്നിലൂടെ അവരുടെ അന്ത്യയാത്ര നടക്കുന്ന സമയത്താണ്. നമ്മളത് ഏറെ കണ്ടിട്ടുണ്ട്.